ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നല്ല പെർഫെക്റ്റായി അധികം കുഴഞ്ഞു പോകാത്ത നല്ല കറക്റ്റ് പാകത്തിലുള്ള ഉപ്പുമാവ് എങ്ങനെ റെഡിയാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് റവ ഒരു കടായിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വറുത്ത റവയാണ് എടുത്തതെങ്കിൽ ഒന്നുകൂടി വറുത്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ റവ വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇങ്ങനെ വറുത്ത് വരുമ്പോൾ ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലൊരു വറുത്ത മണം വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് അടിഭാഗം ചെറുതായി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കടായി ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർക്കാം. ഇത് നന്നായൊന്ന് കളർ മാറി വരണം. ഇനി ഇതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞ് ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബീൻസ് അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റാം. 1/2 കപ്പ് ക്യാരറ്റ് ഇതേപോലെ പൊടിയായി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. 2 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി വെട്ടി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച റവ ഇതേപോലെ കുറച്ച് കുറച്ചായി ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നും കെട്ടാത്ത രീതിയിൽ നന്നായി കൈവെക്കാതെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഉപ്പുമാവ് നല്ല സോഫ്റ്റായി വരും. ഇനി നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ വീണ്ടും ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ നെയ്യൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തീ ഓഫ് ചെയ്ത് 5-10 മിനിറ്റ് നമുക്ക് ഇതേപോലെ മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പെർഫെക്റ്റ് ഉപ്പുമാവ് റെഡിയായി വരും. ഇങ്ങനെ മൂടി വെച്ചാൽ ആ ആവിയിൽ കിടന്ന് നമ്മുടെ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റായി റെഡിയായി വരും. ഇനി ഇത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഉപ്പുമാവ് പെർഫെക്റ്റായി വരുന്നില്ല എന്ന് ആരും പറയില്ല. ഈ ഒരു പ്രപ്പോർഷനിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, നല്ല അടിപൊളിയായി ഇനി ഉപ്പുമാവ് റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.